തിരുവചനത്തിൽ നമ്മൾ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് സന്തോഷത്തോടു കൂടി ഇരിക്കാനായിട്ട് നമ്മളോട് പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുകയും, ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു കർത്താവിൽ സന്തോഷിക്കും. മറ്റൊരിടത്ത് പറയുന്നുണ്ട്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ എന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക എന്ന് പറയുന്നത്. ഈ ചിന്തയെ നമ്മൾ ഓർക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരണം. അത് ലൈഫ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത നിറഞ്ഞ ഒരു ജീവിതം. പലപ്പോഴും മനുഷ്യരെല്ലാവരും വിഷമിക്കുന്നതും സങ്കടപ്പെടുന്നതും അസ്വസ്ഥരാവുന്നതും പലതും ഇല്ലല്ലോ എന്ന് ഓർത്താണ്. സന്തോഷം ഇല്ല, സമ്പത്തില്ല, ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, അയാൾ മിണ്ടുന്നില്ല, അദ്ദേഹം എന്നെ നോക്കുന്നില്ല, ജോലി കിട്ടിയിട്ടില്ല, കല്യാണം നടക്കുന്നില്ല എന്ന് വേണ്ട എന്തുമാത്രം കാര്യങ്ങളെ ഓർത്താണ് ആവലാതിയും വേവലാതിയും. പക്ഷെ നമ്മുടെ ഈ നോമ്പിന്റെ കാലയളവിൽ അടുത്ത ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പിരിച്വൽ എക്സസൈസാണ് ആവലാതിയും വേവലാതിയും ഒക്കെ മാറ്റിവെച്ച് ഉള്ള കാര്യങ്ങൾ, നമുക്ക് ലഭിച്ചിട്ടുള്ളത്, നമ്മുടെ ഉള്ളിൽ ഉള്ളതായിട്ടുള്ള കാര്യങ്ങളെ ഓർക്കാനായിട്ട്. ഉള്ളിലുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ, നമുക്ക് ഉള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ഇല്ലാത്തതിനേക്കാൾ വലിയ ലിസ്റ്റ് ആയിരിക്കും ഉള്ള കാര്യങ്ങൾ. ഉദാഹരണത്തിന്, രാവിലെ നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുന്നില്ലേ, കണ്ണ് തുറക്കാനായിട്ട് സാധിക്കുന്നു, എഴുന്നേറ്റ് കഴിഞ്ഞാൽ നടന്നു പോകാൻ സാധിക്കുന്നു, ഭക്ഷണം വായിലൂടെ കഴിച്ച് ഇറക്കാൻ സാധിക്കുന്നു, പിന്നെ രാത്രിയാകുമ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നു. എന്തുമാത്രം കാര്യങ്ങളാണ്! മറ്റുള്ളവരെ നോക്കി പുഞ്ചിരിക്കാൻ സാധിക്കുന്നു, ശ്വസിക്കാൻ സാധിക്കുന്നു. അങ്ങനെ എന്തുമാത്രം കാര്യങ്ങളാണ്! അങ്ങനെ ഉള്ള കാര്യങ്ങളെ ഓർത്ത് നന്ദി പറയാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ ഇല്ലാത്തത്, കിട്ടാത്തത്, ലഭിക്കാത്തത്, സ്വപ്നങ്ങൾ, പ്ലാനുകൾ അതൊന്നും നടന്നില്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വേവലാതിയും ആവലാതിയും മറന്നു കളഞ്ഞേക്കുക, വിട്ടു കളഞ്ഞേക്കുക. ഉള്ളതിനെ ഓർത്ത് നന്ദി പറയാനും അതിൽ സന്തോഷിക്കാനും നമുക്ക് പരിശ്രമിക്കാം. നോമ്പിന്റെ ഈ ദിവസങ്ങൾ അതിന് നമ്മളെ സഹായിക്കട്ടെ. എപ്പോഴും പറയാറുണ്ടല്ലോ, തിരുവചനം ആദ്യമേ പറഞ്ഞതുപോലെ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പരിചയപ്പെടുന്നത് വിശുദ്ധ പോൾ മിക്കിയെയാണ്. വിശുദ്ധ പോൾ മിക്കി ഒരു സമ്പന്ന ജപ്പാനീസ് കുടുംബത്തിലാണ് ജനിച്ചത്. ജസ്യൂട്ട് സഭയിൽ നിന്നാണ് അദ്ദേഹം വിദ്യാഭ്യാസം നേടുന്നത്. തുടർന്ന് സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സംഘടനയിൽ ചേർന്നു. പ്രശസ്തനും വിജയകരവുമായ ഒരു പ്രാസംഗികനായി മാറി. നിരവധി പേർ കത്തോലിക്ക മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നതിനായി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഉതകി. യൂറോപ്യൻ സന്ദർശകരുടെ സ്വാധീനവും ഭയന്ന് ജപ്പാനിലെ ഭരണാധികാരികളായ ടൊയോടോമി ഹിഡെയോഷി എന്നിവർ കത്തോലിക്കരെ ആ സമയങ്ങളിൽ പീഡിപ്പിക്കാൻ തുടങ്ങി. മിക്കിയെ അറസ്റ്റ് ചെയ്ത് കത്തോലിക്കരോടൊപ്പം ജയിലിലടച്ചു. പിന്നീട് അവരോട് ക്യോട്ടോയിൽ നിന്ന് നാഗസാക്കിയിലേക്ക് 966 കിലോമീറ്റർ മാർച്ച് ചെയ്യാൻ നിർബന്ധിച്ചു. ടേ ട്യൂം പാടിക്കൊണ്ടായിരുന്നു ഇന്ന് ജപ്പാനിലെ ഏറ്റവും വലിയ കത്തോലിക്ക ജനസംഖ്യയുള്ള നാഗസാക്കിയിൽ അവർ എത്തിയത്. 1597 ഫെബ്രുവരി 5 ഒരു കുരിശിൽ കെട്ടിയ നിലയിൽ മിക്കിയുടെ നെഞ്ച് കുന്തം കൊണ്ട് കുത്തി വധിച്ചു. കുരിശിൽ നിന്നാണ് അദ്ദേഹം തന്റെ അവസാന പ്രസംഗം നടത്തി. തന്റെ ആരാധകരോട് അദ്ദേഹം പൂർണ്ണമായി ക്ഷമിക്കുകയാണ് ഉണ്ടായത്. ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനായി സ്വജീവൻ പോലും ബലികഴിക്കിയ പോൾ മിക്കിയെ നമുക്കും മാതൃകയാക്കാം.